മിഥില ബാലൻ കോഴിക്കോട് കോർപ്പറേഷന്റെ അവിടെ നിൽപ്പുണ്ട്. മിഥില ബാലനോട് ചോദിച്ചല്ലോ കോഴിക്കോട് കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷന്റെ ചാർജ് രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു. നല്ല തല ഉപയോഗിച്ച് പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ മിഥില ബാലൻ, മിഥില യു ആർ വെൽക്കം, പറഞ്ഞോളൂ. എസ്കെൻ, കോഴിക്കോട് കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത് ഇഞ്ചോടിഞ്ചാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. LDF ഭരണം നിലനിർത്തുമോ അല്ല UDF ഭരണത്തിലെത്തുമോ, അത്തരം കാര്യങ്ങളിലേക്കെല്ലാം പോകാൻ ഇനി 6 വാർഡുകളുടെ അല്ലെങ്കിൽ 6 ഡിവിഷനുകളുടെ ഫലം മാത്രമാണ് ഇനി ലഭിക്കാനുള്ളത്. ഏറ്റവും ഒടുവിൽ പറയാനുള്ളത് BJP അവരുടെ നില മെച്ചപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ പറയുകയാണെങ്കിൽ 7 സീറ്റുകളിൽ മാത്രമായിരുന്നു BJP ജയിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് 13 സീറ്റിലേക്ക് BJP അവരുടെ വിജയം ഉയർത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ ഏറ്റവും പ്രധാനം എന്നത് BJP പിടിച്ചിരിക്കുന്ന ഈ സീറ്റുകൾ തന്നെയാണ്. നിലവിൽ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് UDF 26, LDF 27, NDA 14. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്, അവരുടെ ഒരു നിലപാട് തന്നെയാണ്. അത് സ്വതന്ത്രരായിട്ട് 3 പേർ വിജയിച്ചിട്ടുണ്ട്. അതിൽ ഒരാൾ LDF സ്വതന്ത്രനാണ്, മറ്റു 2 പേർ UDF സ്വതന്ത്രനാണ്. ഇവരുടെ നിലപാട് ഈ ഒരു 6 അധികാരത്തിലെത്തും എന്ന കാര്യത്തിൽ നിർണായകമാണ്. എന്നിരുന്നാൽ പോലും ഇനി 6, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 6 ഡിവിഷനുകളുടെ റിസൾട്ട് കൂടി വരാനിരിക്കുന്നുണ്ട്. ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം BJP അതായത് NDA നില മെച്ചപ്പെടുത്തി കൂടുതൽ സ്ഥലങ്ങൾ, അതായത് പുതുതായിട്ട് അവർ നേടിയത് പൊറ്റമ്മൽ എന്ന് പറയുന്ന പുതിയ അവർ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് കോർപ്പറേഷൻ മേയർ, അതായത് നിലവിലെ മേയർ ബീന ഫിലിപ്പിൻ്റെ വാർഡാണ്. ആ വാർഡിലാണ് BJP NDA വിജയിച്ചിരിക്കുന്നത്. മറ്റൊന്ന് ഏറ്റവും പുതിയ ഡിവിഷനായി വന്ന മാവൂർ റോഡ്, അവിടെയും BJP വിജയിച്ചിരിക്കുന്നു. ചാലപ്പുറം UDF നിന്നാണ് BJP ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. കുതിരവട്ടം LDF നിന്നാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ എങ്ങനെയാണ് UDF മുന്നേറിയത് എന്നായിരുന്നു മിഥില ബാലൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സമഗ്ര ചിത്രം ഏതാണ്ട് തെളിഞ്ഞു വരുന്നു. കാശ്മീർ പറഞ്ഞതുപോലെ 1 മണിയോട് അടുക്കുമ്പോൾ കേരളത്തിൽ എന്താണ് സ്ഥിതി? UDFന്റെ മുന്നേറ്റം അതിശക്തമാണ് എന്ന രീതിയിൽ എല്ലാ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിടങ്ങളിൽ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ എടുത്തു പറയേണ്ടത് ഗ്രാമപഞ്ചായത്തിലാണ്. 481 ഇടത്ത് ഗ്രാമപഞ്ചായത്തുകളിൽ UDF ലീഡ് ചെയ്യുന്നു. LDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അല്ലേ അടക്കിവാണ സമഗ്ര ആധിപത്യം സ്ഥാപിച്ച ഗ്രാമപഞ്ചായത്തുകളൊക്കെ കേരളത്തിലെ ചരിത്രത്തിൽ ഇന്നോളം LDF അടക്കിവാണ ഗ്രാമപഞ്ചായത്തുകൾ UDF പിടിക്കാന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ഷിഫ്റ്റ്, വലിയ ഷിഫ്റ്റ് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് ആ സൂചന തിരിച്ചറിഞ്ഞാൽ അവരവർക്ക് കൊള്ളാം എന്ന് പറയാം. BJPക്ക് തിരുവനന്തപുരത്തൊക്കെ നേട്ടം ഉണ്ടാവുമ്പോഴും പന്തളത്ത് അവര് പുറത്താണ്, ഭരണത്തിന് പുറത്തായി. അവര് 3ാം സ്ഥാനത്തേക്ക് പോയി. അവിടെ പന്തളത്ത് LDF ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി 14. നമുക്ക് മനസ്സിലാത്ത കാര്യം, പന്തളം ശബരിമല അയ്യപ്പന്റെ പിതാവ് സ്ഥലത്ത് അല്ലേ, അവിടെ പന്തളത്ത് BJP ഭരിച്ചപ്പോ അവര് പുറത്തായി. ശബരിമല സ്വർണ്ണക്കൊള്ളയൊന്നും സ്വാധീനിച്ചില്ല. അവിടെ ഇടയ്ക്ക് ചെയർമാനെ മാറ്റി അകത്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു. അതിനൊക്കെ പ്രധാനമുള്ള സ്ഥലമാണ് പന്തളം എന്ന് പറയുന്ന ഹാഷ്മിയുടെ നാടാണ്. അതാണ് പന്തളത്ത്, അത് ഹാഷ്മിയുടെ നാട്. ആ നാട്ടിലുള്ള എനിക്ക് കുറച്ച് പേരുകൾ പറയാൻ. ജിൻഡോ ജോൺ, ശ്രീ റിജിൽ മാക്കുറ്റി, ശ്രീ KS ശബരിനാഥ്, ശ്രീ VV രാജേഷ്, ശ്രീമതി ഫാത്തിമ തഹ്ലിയ, നജ്മ തബ്ഷീറ, നമ്മുടെ ചർച്ചകളിൽ വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ദീപ്തി മേരി വർഗീസ്. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും എല്ലാവർക്കും വിജയാശംസകൾ, ആശംസകൾ. പ്രിയപ്പെട്ടവരെ വരാത്തവർക്കും ആശംസകൾ, കൂടുതൽ വരണം. മാത്രമല്ല ഈ ചർച്ച സ്ഥിരം കലാകാരന്മാരെ കൊണ്ട് നിറയ്ക്കുന്നു എന്ന് പലരും വഴി പിടിച്ചിരുത്തി സംസാരിക്കാറുണ്ട്. നവാഗത പ്രതിഭകൾ വരട്ടെ. ഇവർക്ക് ഏത് തിരക്കിൽ നമ്മോട് സഹകരിക്കുന്ന മനുഷ്യന്മാരാണ്. അപ്പൊ അവർ ജയിക്കുമ്പോൾ നമ്മുടെ സന്തോഷം. എല്ലാവർക്കും ആശംസകൾ. ജിൻഡോ ജോൺ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കിലാണെങ്കിലും ചർച്ചയിൽ പാവം പിടിച്ചവൻ വന്നു. ജിൻഡോ ജോൺ, റിജിൽ മാക്കുറ്റി, KS ശബരിനാഥ്, VV രാജേഷ്, ഫാത്തിമ തഹ്ലിയ, നജ്മ തബ്ഷീറ, നമ്മുടെ ദീപ്തി മേരി വർഗീസ്. എല്ലാ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഗംഭീര ആശംസകൾ. പൊളിക്കങ്ങോട്ട്, അതേ പറയാനുള്ളൂ. വിഷ്ണു പറയുന്നു നമ്മുടെ റിസൾട്ട് വരുന്നത് ഇത്തിരി സ്ലോ ആണ്. സ്ലോ ഒന്നുമല്ല, വളരെ ഫാസ്റ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ് റിസൾട്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏതെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഞങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞു തരാം. 1 മണിയായി സമയം. 1 മണി, അതായത് 5 മണിക്കൂറിനുള്ളിൽ ഒരുവിധമുള്ള സ്ഥലത്തൊക്കെ ഏകദേശം കോഴിക്കോട് ഒന്ന് അറിയണം. ഇത് കൃത്യമായ വയനാട് ഇത് വയനാടല്ല, ഇത് ദീപ്തി മേരി വർഗീസ് ആണ്. ഇത് വയനാടാണ്. കാഴ്ചപ്പാട് മാറരുത്, കാഴ്ചപ്പാട് മാറരുത്. എസ്കരിങ്ങനെ കഷ്ടപ്പെട്ട് നോക്കുന്ന ഞാൻ കണ്ടായിരുന്നു. കണ്ണുകൾക്ക്
ഈ കണ്ണുകൾ വെച്ചിട്ട് ഒരുപാട് സിനിമ പാട്ടുണ്ട് വിജയ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ണ് രണ്ട് കണ്ണ് പാട്ടൊക്കെ ഉണ്ട്. ആഷ്മിക്ക് 1980s പാട്ടാണ് അറിയാം. 1940. നമുക്ക് 1 മണിയായപ്പോൾ കേരളത്തിന്റെ പൊതുചിത്രം ഒരിക്കൽ കൂടി പ്രേക്ഷകരുമായി പങ്കുവച്ചാലോ? ആഞ്ഞു പറയണം. യുഡിഎഫിന് ക്ഷേമം എൽഡിഎഫിന് ക്ഷീണം. യുഡിഎഫിന് ക്ഷേമം എൽഡിഎഫിന് ക്ഷീണം. പറയാം. നമുക്ക് വർദ്ധിത വീര്യത്തിൽ ഒന്ന് പറയാം. ഊർജ്ജത്തോടെ ആവേശത്തോടെ 1 2 3 സ്റ്റാർട്ട്. ready 1 2 3 start. കേരളത്തിലെ ആകെ കോർപ്പറേഷനുകളുടെ എണ്ണം 6. LDF 1 UDF 4 NDA 1 കേരളത്തിലെ ആകെ മുനിസിപ്പാലിറ്റികൾ 86. LDF 28. UDF 55. NDA 2. കേരളത്തിലെ ആകെ ജില്ലാ പഞ്ചായത്തുകൾ 14. LDF 6. UDF 7. കേരളത്തിലെ ആകെ ബ്ലോക്ക് പഞ്ചായത്തുകൾ 152. LDF 67. UDF 80. കേരളത്തിലാകെ ഗ്രാമപഞ്ചായത്തുകൾ 941. അതിൽ LDF എത്ര 360. UDF എത്ര 479. NDA എത്ര 25. വിജയ സൂപ്പറായി. ആഷ്മി മുഖസ്തുതി പറയല്ല, എസ്കേ. വിജ്ഞാനപ്രദമായിരിക്കുന്നു. അത് നല്ലതായിരുന്നു സ്കേൻ. അത് പക്കായിരുന്നു. ക്ലാരിറ്റി അതാണ് 24 മുഖമുദ്ര. ക്ലാരിറ്റി വ്യക്തത. ക്ലാരിറ്റി ഈസ് അവർ മോട്ടോ. അതെ, ജയിച്ചവർക്ക് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. ജനങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. വോട്ടർമാർക്ക് പ്രത്യേകിച്ചു. എസ്കേ, ജനങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടെന്നുള്ളതാണ് ഇത് ഗ്രാമപഞ്ചായത്തുകൾ നേടുന്ന ഈ മാത്രമല്ല ഈ റിസൾട്ട് അടക്കം. ചെറിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയും ഒന്നും ജനങ്ങളെ Workout പറ്റിക്കാൻ ആവില്ല പറ്റത്തില്ല. എസ്കേ. അത് വലിയ ബുദ്ധിമുട്ടാണ്. വിവരമുള്ളവരാ. അത് വലിയ ബുദ്ധിമുട്ടാണെന്നുള്ള തന്നെയാണ്. സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുമ്പോൾ ആ. ഒരു സിറ്റുവേഷൻ വേറെ. എസ് കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പൊടിക്കകൾ നോക്കുന്നത്. പക്ഷെ പൊടിക്കകൾ എല്ലാ കാലത്തും വർക്കൗട്ട് ആവില്ല എന്നുള്ളതിന്റെ പൊടിക്കേക്കൊന്നും സ്കോപ്പില്ല. ഇല്ല. ജനങ്ങൾ പ്രബുദ്ധരാണ്. ജനങ്ങൾ പ്രബുദ്ധരാണെന്നുള്ളതാണ്. മാധ്യമങ്ങളെ കാണുന്നു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.